Hello guys, welcome to our YouTube channel. Myself Jijin. This is Prima. കുറച്ച് cringe ആയോ ഓക്കെ ഗൈസ്, കുറെ കാലത്തിന് ശേഷമാണ് നമ്മൾ യൂട്യൂബ് കുറച്ചുകൂടി ലോങ് വീഡിയോ ചെയ്യുന്നത്. ലോങ് വീഡിയോ അല്ല, ദിസ് ഇസ് ലൈക്ക് എ മിനി വ്ലോഗ്. ജസ്റ്റ് ഒരു 10 to 15 minutes ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ തരാമെന്ന് വിചാരിച്ചു. അപ്പൊ ഇന്നത്തെ ടോപ്പിക് മൂവിംഗ് ടു ഓസ്ട്രേലിയ, വാട്ട് വി വിഷ് വി ന്യൂ ബിഫോർ. യെസ്, അതായത് നമുക്ക് ഓസ്ട്രേലിയക്ക് വരുന്നതിന് മുന്നേ നമുക്ക് എന്തൊക്കെ അറിയണം. അപ്പോൾ പ്രീമ കണ്ടിന്യൂ ഓസ്ട്രേലിയയിൽ വരുന്നതിന് മുന്നേ ഞങ്ങൾക്ക് കുറെ കാര്യങ്ങൾ അറിയില്ലായിരുന്നു. Although we did our research and everything, there are still things that are not known until unless you land here. So we thought, why not share it? Yes. ഞങ്ങളുടെ experience and what we learned throughout the journey. അപ്പൊ അതാണ് ഈ വീഡിയോ. So first, it's like different pointers, അല്ലേ? ഞങ്ങൾ ഓരോ പോയിന്റ് ആയിട്ട് പറയാം. ഇതെല്ലാം എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും അറിയാത്തവരായി കുറെ പേരുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക് ഈസ് ലൈക്ക് ഹൗ ടു കം ടു ഓസ്ട്രേലിയ. What are the visa options? വിസ, ഏതൊക്കെ വിസ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും? ഇപ്പൊ എല്ലാവർക്കും സ്റ്റുഡന്റ് വിസ അറിയാം, പെർമനന്റ് റെസിഡൻസി അറിയാം, ബട്ട് there are other temporary visas that you can apply. First one is working holiday visa. Working holiday വിസയിൽ ഇപ്പോൾ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, 417, 462. അത് റീസെന്റ് ലോഞ്ച് ചെയ്ത വിസയാണ്? അല്ല, റീസെന്റ് ലോഞ്ച് ചെയ്തതല്ല, ഇന്ത്യക്ക് വേണ്ടി റീസെന്റ്. ഇന്ത്യക്ക് വേണ്ടി റീസെന്റ് ലോഞ്ച് ചെയ്തത്. ലൈക്ക് ലാസ്റ്റ് ഇയർ ഉണ്ടായിരുന്നു. ഇന്ത്യ ഈസ് നൗ. അതെ ലാസ്റ്റ് ഇയർ ഉണ്ടായിരുന്നു. ഓക്കേ. So this is for people who are below 35 years of age. You can apply it through the Home Affairs website. Lot system ആണ്. If you get selected in the lot, you will be eligible and to apply the visa. അങ്ങനെയാണ്. So this doesn't need you to apply for a student visa or a permanent residency. അങ്ങനെയൊന്നും വേണ്ട. പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത് റീജിയണൽ സൈഡ്. അതെ, റീജിയണൽ സൈഡ്, if you have worked with this visa, extension apply ചെയ്യാം for 2 years max. റീജിയണൽ സൈഡ് എന്ന് പറഞ്ഞാൽ അതർ ദാൻ സിറ്റി സൈഡ്. നെക്സ്റ്റ് വിസ എന്താണെന്ന് പറഞ്ഞാൽ എംപ്ലോയിഡ് സ്പോൺസർഡ് വിസ. അതിന്റെ പേര് എംപ്ലോയിഡ് സ്പോൺസർഡ് വിസ 482. അത് ആക്ച്വലി എന്താന്ന് പറഞ്ഞു വെച്ചാൽ ഇവിടുത്തെ കമ്പനീസ് നിങ്ങളെ സ്പോൺസർ ചെയ്യുന്നു, വിസ സ്പോൺസർ ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അത്രേ ഉള്ളൂ എംപ്ലോയിഡ് സ്പോൺസർഡ് വിസ. അത് നെക്സ്റ്റ് വിസ ഈസ്. So next options are obviously, as we said, student visa അല്ലെങ്കിൽ permanent residency. Permanent residency visas ഇപ്പോ 189 ഉണ്ട്, 190 ഉണ്ട്, 491 ഉണ്ട്. 189 is more of a point tested system. അപ്പം നമുക്ക് കുറച്ച് പോയിന്റ്സ് കളക്ട് ചെയ്തിട്ട് അതനുസരിച്ച് യു സബ്മിറ്റ് യുവർ ആപ്ലിക്കേഷൻ. ഇറ്റ്സ് നോട്ട് പെർട്ടിക്കുലർ സ്റ്റേറ്റ് വിസ. 190, 491 is state visa. അപ്പോൾ 190 is most like state nominated visa. 491 is regional visa. അപ്പോൾ നിങ്ങൾ ഒരു സ്റ്റേറ്റിൽ റീജിയണലിൽ താമസിച്ചാൽ you get to apply that visa. അതായത് ആ 491 ശ്രദ്ധിക്കാനുള്ളത്, യു ഷുഡ് ലിവ്, വർക്ക് ആൻഡ് സ്റ്റഡി ഇൻ ദാറ്റ് റീജിയണൽ ഏരിയ. അപ്പോൾ അത് സിറ്റി സൈഡിലൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നു, പക്ഷെ വർക്ക് ചെയ്യുന്നത് വേറെ സൈഡാണെങ്കിൽ നിങ്ങൾക്ക് ആ വിസയിൽ കിട്ടുന്ന പോയിന്റ്സ് കമ്മിയാവും. അപ്പൊ നമുക്ക് ആ വിസ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് വിസ ഈസ്, ഞാൻ സ്റ്റുഡന്റ് വിസയെ കുറിച്ചും പറയാം. അതായത് നോർമലി ഇവിടെ കുറെ സ്റ്റുഡന്റ് വിസ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ, ഇവിടെ സ്കിൽഡ് ഓക്യുപ്പേഷൻ ലിസ്റ്റ് ഉണ്ട്. ആ സ്കിൽഡ് ഓക്യുപ്പേഷൻ ലിസ്റ്റിൽ നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് താല്പര്യം കൂടുതൽ, എഞ്ചിനീയർ, ഡോക്ടർ അല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ആവാൻ ആഗ്രഹം, അത് കുറെ ഓപ്ഷൻസ് ഉണ്ട്. അത് നോക്കി അപ്ലൈ ചെയ്യുക. സ്റ്റുഡന്റ് വിസയിലാണെങ്കിൽ സ്റ്റുഡന്റ് വിസ കഴിഞ്ഞാൽ നമുക്ക് ഗ്രാജുവേറ്റ് വിസ, അതായത് ടെമ്പററി വിസയിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. 485 വിസയിലേക്ക് അപ്ലൈ ചെയ്യാം. സോ നിങ്ങൾക്ക് ഒരു കുറച്ച് ടൈം കിട്ടും PR അപ്ലൈ ചെയ്യാൻ. അത്രേ ഉള്ളൂ സ്റ്റുഡന്റ് വിസയെ കുറിച്ച്. For now this is like high level ഏതൊക്കെ visas ഉണ്ട് other than your student visa or permanent resident visas. നെക്സ്റ്റ് പോയിന്റ്. അപ്പോൾ നമ്മൾ ഓസ്ട്രേലിയക്ക് വിസ കിട്ടി, വിസ ഏതെങ്കിലും വിസ അപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് എന്താ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇവിടെ ഷെൽട്ടർ അല്ലേ. അപ്പോൾ അതായത് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണം, എവിടെയെങ്കിലും റെന്റ് ചെയ്യണം ഹൗസ്. ഓക്കെ, ചിലപ്പോ ഇതെല്ലാം വാങ്ങാൻ കാപ്പബിലിറ്റി ഉള്ള ആൾക്കാരും ഉണ്ടാവും. അങ്ങനെ നമ്മൾ കുറെ പേരെ അറിയാം, പറഞ്ഞു കേട്ടിട്ടുണ്ട്. ബട്ട് എന്നാലും നോർമൽ ഒരാൾ വരികയാണെങ്കിൽ ഇനീഷ്യലി അതെ. അപ്പോൾ ഈ റെന്റിങ്ങിൽ ആക്ച്വലി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്
ഇനിഷ്യലി ഒരു ബോണ്ട് ഉണ്ടാവും, അത് കൂടാണ്ട് 1 month റെന്റും കൂടി നമ്മൾ പേ ചെയ്യേണ്ടതാണ്. കൂടി ശ്രദ്ധിക്കണം. സോ അതിനുള്ള ഒരു കാൽക്കുലേഷൻ നിങ്ങൾ മൈൻഡിൽ ഉണ്ടാവണം ബിഫോർ അപ്ലൈയിങ് ഫോർ എ റെന്റ്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് തിങ് ഈസ് മെഡിക്കെയർ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട് ഇവിടെ. ഇറ്റ്സ് നോട്ട് ഫോർ എവ്രി വൺ. അത് നിങ്ങളൊരു പെർമനന്റ് റെസിഡന്റോ സിറ്റിസണോ ആണെങ്കിൽ മാത്രം യൂസ് ചെയ്യാൻ പറ്റിയതാണ്. സോ യു നീഡ് എ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് ഓൾസോ വെൻ യു ആർ കമ്മിങ് ടു ഓസ്ട്രേലിയ. അത് ആക്ച്വലി വിസ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ പറയും. അതിപ്പോ നാട്ടിലാണെങ്കിൽ നമുക്ക് അത് വേണമെങ്കിൽ എടുക്കാം അങ്ങനെയല്ല. പക്ഷെ ഇവിടെ വിസ അപ്ലൈ ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. ചിലപ്പോൾ ചെക്കൊക്കെ നടത്തുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞാൽ ഓപ്ഷൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ വി ക്യാൻ പുട്ട് ഇൻ ദ കമന്റ് ചെയ്താൽ മതി. നെക്സ്റ്റ് ഈസ് ലൈസൻസ്, ഡ്രൈവിംഗ് ലൈസൻസ്. അതായത് വിസ കിട്ടി നമ്മളിവിടെ വന്നു, പിന്നെ നമുക്കൊരു എവിടെയെങ്കിലും പോകുന്നെങ്കിൽ ലൈസൻസ് വേണമല്ലോ. അപ്പൊ ലൈസൻസ്, ഡ്രൈവിംഗ് ലൈസൻസ്. ഓക്കെ. റീജിയണലിലൊക്കെ ആണെങ്കിൽ ഇറ്റ്സ് വെരി ടഫ് to travel via public transport. അപ്പോൾ people usually tend to get a driving license and then own a car അല്ലെങ്കിൽ എന്തെങ്കിലും. സോ ഡ്രൈവിംഗ് ലൈസൻസ് കൺവേർഷൻ certain countries ചെയ്യാൻ പറ്റും ഡയറക്ട്ലി. യു ഡോണ്ട് ഹാവ് ടു റൈറ്റ് എ ടെസ്റ്റ് ഓർ ഡ്രൈവ് ടെസ്റ്റ് ഒന്നും ചെയ്യണ്ട. ബട്ട് ഫോർ ഇന്ത്യ യു ഹാവ് ടു ഡു എ ഡ്രൈവ് ടെസ്റ്റ്, ലേണേഴ്സ് ടെസ്റ്റ്, അങ്ങനെയൊക്കെ ചെയ്യണം. സോ ഇറ്റ്സ് ലൈക്ക് 6 months യു ക്യാൻ ഡ്രൈവ് ഓൺ യുവർ ഇന്ത്യൻ ലൈസൻസ്. ആക്ച്വലി അത് ഇനീഷ്യലി നമ്മളിപ്പോ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു, നേരെ ഓസ്ട്രേലിയക്ക് വിസ കിട്ടി വന്നു, അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. സോറി, അത് യൂസ് ചെയ്ത് 6 months നമുക്ക് ഇവിടെ കാർ ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. അതിനൊരു സ്പെസിഫിക് പീരീഡ് ഉണ്ട്. ഈവൻ ലൈക്ക് 10 years ഐ തിങ്ക് സോ. അങ്ങനെ എക്സാക്ട്ലി അറിയില്ല. അത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ 6 months എന്നുള്ളത് ഇന്റർനാഷണൽ ലൈസൻസിന് എലിജിബിൾ ആവുള്ളൂ. അപ്പൊ 6 months നമുക്ക് ലൈസൻസ് യൂസ് ചെയ്തിട്ട് have to do it like usually how people do it here. ആദ്യം ഒരു ലേണേഴ്സ് ഡ്യൂറേഷൻ ഉണ്ടാവും, പ്രൊബേഷൻ ഉണ്ടാവും, പിന്നെയാണ് നിങ്ങൾക്ക് ഫുൾ ലൈസൻസ് കിട്ടുക. ബട്ട് ഇഫ് യു ഹാവ് ആർ ഹോൾഡിംഗ് എ ഇന്ത്യൻ ലൈസൻസ് വേ ബിഫോർ എ സർട്ടൻ ഇയർ റേഞ്ച്, നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഫുൾ ലൈസൻസ് കിട്ടും. ഞങ്ങൾ രണ്ടുപേർക്കും ഇന്ത്യൻ ലൈസൻസ് ഉണ്ടായിരുന്നു. അപ്പൊ 6 months കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്തത്. ബട്ട് അതിന്റെ പ്രോസസ്സ് ഡിഫറെന്റ് ആണ്. നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കാൻ ഉള്ളത് സ്കിൽ അസസ്മെന്റ്. സ്കിൽ അസസ്മെന്റ്. അപ്പൊ സ്കിൽ അസസ്മെന്റിനെ കുറിച്ച് നമ്മൾ കൂടുതൽ കേൾക്കാത്തതാണ്. ഈ സ്കിൽ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഗവൺമെന്റ് ചെക്ക് ചെയ്യാണ് ഇഫ് യു ആർ സ്കിൽഡ് ഫോർ ദിസ് ജോബ് ഓർ നോട്ട് സ്കിൽഡ്. നിങ്ങൾ ക്വാളിഫിക്കേഷനെ അക്രഡിറ്റഡ് ചെയ്യാം. ദിസ് ഈസ് ആക്ച്വലി യു ആർ സ്കിൽഡ് ഇൻ ദിസ് ഓക്യുപ്പേഷൻ. അതാണ്. സോ ഇഫ് യു ആർ ഹാവിംഗ് ഓഫ് ഷോർ എക്സ്പീരിയൻസ് you can apply from your home country. വേറെ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഇൻ ദ സെൻസ് ഇപ്പോൾ ഒരു സിവിൽ എഞ്ചിനീയർ ആണെങ്കിൽ there is engineers Australia. മെക്കാനിക്കൽ എഞ്ചിനീയർ ആണെങ്കിൽ ഓൾസോ engineers Australia. ബട്ട് IT ആണെങ്കിൽ ഓസ്ട്രേലിയൻ കമ്പ്യൂട്ടർ സൊസൈറ്റി. അങ്ങനെ. അപ്പോൾ നമുക്ക് ഇത് മുഖേന എല്ലാം നിങ്ങൾക്ക് സ്കിൽ അസസ്മെന്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് സ്കിൽഡ് ആണെങ്കിൽ അവരുടെ ഒരു സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് തരും. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഫോർ ജോബിനും അതുപോലെ തന്നെ വിസയ്ക്കും. അപ്ലൈയിങ് പെർമനന്റ് റെസിഡൻസി, ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. പിന്നെ ഇതിന് വാലിഡിറ്റി ഉണ്ട്. ലൈക്ക് ഫോർ ഓസ്ട്രേലിയൻ കമ്പ്യൂട്ടർ സൊസൈറ്റി ദ സ്കിൽ അസസ്മെന്റ് ദാറ്റ് ദേ ഡു ഹാസ് എ വാലിഡിറ്റി ഓഫ് ഐ തിങ്ക് 3 years. അത് കഴിഞ്ഞാൽ യു ഹാവ് ടു റീഅപ്ലൈ ഇറ്റ്. ആക്ച്വലി അത് നിങ്ങളുടെ പ്രൊജക്ട്സ്, പിന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ലൈക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ആൻഡ് PhD എന്തെല്ലാം എഡ്യൂക്കേഷൻ നിങ്ങൾ ചെയ്തോ അതിനെല്ലാം നമുക്ക് സ്കിൽ അസസ്മെന്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും യു ആർ സ്കിൽഡ് ഓർ നോട്ട്. സ്റ്റുഡന്റ് വിസയിൽ വരുന്നവർക്ക് ഇഫ് യു ഡു ഇറ്റ് ഏർലി ത്രൂ ഔട്ട് യുവർ സ്റ്റുഡന്റ് ജേർണി ഇറ്റ്സ് ആസ് ഗുഡ്. നിങ്ങൾക്ക് പഠിച്ച് ഇറങ്ങിയ ഉടനെ അപ്ലൈ ഫോർ യുവർ പെർമനന്റ് റെസിഡൻസി ഇഫ് യു ഹാവ് ദ റൈറ്റ് എക്സ്പീരിയൻസ് ആൻഡ് സ്കിൽ അസസ്മെന്റ് ഇസ് ഓൾറെഡി ഡൺ. അപ്പോൾ കുഴപ്പമില്ലല്ലോ. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഓവർസീസ് എക്സ്പീരിയൻസ്. അപ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട് ഓവർസീസ് എക്സ്പീരിയൻസ് ഹെൽപ്ഫുൾ ആണോ ഇല്ലയോ എന്ന്. വി ഹവ് ഹേർഡ് മോസ്റ്റ്ലി കുറേ പേര് പറയും ഇറ്റ്സ് നോട്ട്, കുറേ പേര് പറയും ഇറ്റ് ഈസ് അല്ലേ. അപ്പോൾ ഇഫ് യു ആർ അപ്ലൈയിങ് ഫോർ പെർമനന്റ് റെസിഡൻസി അതിൽ പോയിന്റ്സിൽ യു ക്യാൻ യൂസ് ഇറ്റ്. മോർ ദാൻ 3 years ഓഫ് ഷോർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് കൗണ്ട് ആവും. അങ്ങനെയൊക്കെ ഉണ്ട്. ബട്ട് ജനറലി ഇഫ് യു ആർ അപ്ലൈയിങ് ഫോർ എ ജോബ് ഇൻ ഓസ്ട്രേലിയ ദേ പ്രിഫർ ലോക്കൽ എക്സ്പീരിയൻസ്. ജോബിന് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഈ സ്കിൽഡ് ആണെങ്കിലും ഇപ്പോൾ സ്കിൽ അസസ്മെന്റ് ചെയ്തു, ബട്ട് ഇഫ് യു ആർ ലൈക്ക് ഇഫ് എൻ്റെ കേസ് എടുത്താണെങ്കിൽ ഐ ഹാവ് എൻ എക്സ്പീരിയൻസ് ഇൻ സിവിൽ,
ബട്ട് നമുക്ക് അത് വെച്ചിട്ടാണ് ഞാൻ സ്കിൽ അസസ്മെന്റ് ചെയ്തതും. അതിനുശേഷം നമ്മളിവിടെ ജോബിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കിട്ടാൻ ചാൻസസ് ഉണ്ട്. ബട്ട് എന്നാലും മോർ ഇഫ് യു ആർ ഹാവിംഗ് ലൈക്ക് ലോക്കൽ എക്സ്പീരിയൻസ്, ഇവിടുത്തെ ലോക്കൽ എക്സ്പീരിയൻസും കൂടുതലുണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ്. അപ്പോഴായിരിക്കും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ ചാൻസസ് കൂടുതൽ. കാരണം ഇപ്പൊ സിവിലിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന കോഡ് അല്ല ഇവിടെ യൂസ് ചെയ്യുന്ന കോഡ്സ്. സോ അവിടുത്തെ കൺസ്ട്രക്ഷൻ രീതി അല്ല ഇവിടുത്തെ കൺസ്ട്രക്ഷൻ രീതി. സോ ഇഫ് യു ഹാവ് ലൈക്ക് ലോക്കൽ എക്സ്പീരിയൻസ് ഹിയർ, നമുക്ക് റിക്രൂട്ട്മെന്റ്സിന് അറിയാൻ പറ്റും നമ്മൾ അതിൽ സ്കിൽഡ് ആണ്. അപ്പൊ നമുക്ക് കൂടുതൽ ചാൻസ് ആണ് ജോബ് കിട്ടാൻ. പിന്നെ യു ക്യാൻ ഡു ഇന്റേൺഷിപ്സ്, യു ക്യാൻ ഡു വോളണ്ടിയറിംഗ്. അപ്പൊ നിങ്ങൾ സ്റ്റുഡന്റ് വിസയിൽ വരികയാണെങ്കിൽ ഡു വോളണ്ടിയറിംഗ് ടു ഗെറ്റ് യുവർ ഫസ്റ്റ് ജോബ്. അപ്പോൾ ലോക്കൽ എക്സ്പീരിയൻസസ് ആയിട്ട് കൗണ്ട് ചെയ്യും വോളണ്ടിയറിംഗിന്. സോ ദാറ്റ്സ് എ ഗുഡ് തിങ്. പിന്നെ ബിൽഡ് അപ്പ് യുവർ ലിങ്ക്ഡ്ഇൻ പ്രൊഫൈൽ. ഐ ഡോണ്ട് നോ ഹൗ മെനി ഓഫ് യു നോ, ലിങ്ക്ഡ്ഇൻ ഈസ് എ ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോം അല്ലേ. അപ്പോൾ ബിൽഡ് അപ്പ് യുവർ ലിങ്ക്ഡ്ഇൻ പ്രൊഫൈൽ. ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ, എസ്പെഷ്യലി ഫോർ എംപ്ലോയ്മെന്റ്. Conscious of time. Last point. വിസ അപ്ലൈ ചെയ്തു, ഇവിടെ എത്തി, നമ്മൾ റെന്റ് ഒക്കെ അപ്ലൈ ചെയ്തു, ഒരു വീടൊക്കെ കിട്ടി, ജോബിന് അപ്ലൈ ചെയ്തു. ഓക്കെ, ബട്ട് ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 2 കാര്യങ്ങളുണ്ട്. TFN ആൻഡ് സൂപ്പർ ആനുവേഷൻ. സൂപ്പർ ആനുവേഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ റിട്ടയർമെന്റ് ഫണ്ട് ആണ്, അതായത് നമ്മുടെ പെൻഷൻ. When you are going to look for your first job, first thing is apply for TFN, which is tax file number, as Jijin said. അപ്പോൾ അതിന് ഇറ്റ്സ് ഈസി, വെബ്സൈറ്റ് വഴി യു ക്യാൻ ഈസിലി അപ്ലൈ ചെയ്യാൻ പറ്റും. ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവും TFN-ഉം സൂപ്പർ ആനുവേഷനും. ഇഫ് യു ആർ ഗോയിങ് ബാക്ക് ഫ്രം ഓസ്ട്രേലിയ പെർമനന്റ്ലി, നിങ്ങൾ ഓസ്ട്രേലിയ വിട്ട് പോവാണ് ആഫ്റ്റർ സർട്ടൻ ഇയേഴ്സ്, യു ക്യാൻ ടേക്ക് ദാറ്റ് മണി ഔട്ട് ഓഫ് ദ സൂപ്പർ ആനുവേഷൻ അക്കൗണ്ട് ഇൻ ടു യുവർ അക്കൗണ്ട് and use it. Only in the condition you are going permanently back from Australia. Okay. But that is also a tip. എല്ലാവരും കൺഫ്യൂഷൻ ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഏതൊക്കെയോ നമ്പേഴ്സ്, ഏതൊക്കെയോ കാര്യങ്ങൾ, എന്തൊക്കെയോ സാധനങ്ങൾ. അപ്പൊ കൂടുതൽ അറിയാത്തവർ, ഇതിനെപ്പറ്റി ഒന്നും അറിയാത്തവർക്കാണ് ഈ കൺഫ്യൂഷൻ ഉണ്ടാവുക. അപ്പൊ അത് നിങ്ങൾ കമന്റ് ചെയ്താൽ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തതായിരിക്കും. അതുകൂടാതെ തന്നെ നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട്, ബിയോണ്ട് ബോർഡേഴ്സ്. അതിന്റെ ലിങ്ക് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതിലൂടെ യൂട്യൂബ് ചാനലുണ്ട്. സോ അതിലൂടെയും നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാം, കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അതിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അപ്പോൾ if you like this video, please like, share and subscribe. Guys, in next video. Bye bye. Stay healthy. Bye bye.